വാരാഹി എപ്പോഴും ഒരു അന്വേഷണത്തിലാണ്. ഏറ്റവും ഉറഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് പോലും താഴേക്ക് കുഴിച്ച് ചെല്ലുകയാണ് വാരാഹി ചെയ്യുന്നത്. അതുപോലെ തന്നെ കാശിയിലെത്തുന്ന ഒരു സീക്കർ അല്ലെങ്കിൽ ഒരു അന്വേഷിയുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ആത്മീയ ചൈതന്യങ്ങളുടെ തേജസ്സിനെ ആ മൂലാധാര ചക്രത്തിലേക്ക് ഇറങ്ങി ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അവിടെ നിന്ന് ആ ശക്തിയെ, തേജസ്സിനെ ഉണർത്തി മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് വാരാഹി. അതുകൊണ്ടാണ് രാത്രിയുടെ ഇരുട്ടിൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി ആ ഇരുട്ടിന് കാവൽ നിൽക്കുകയാണ് വാരാഹി. വാരാഹി എന്നുള്ള പേരിന് തന്നെ ഇരുട്ടുമായിട്ട് കുറച്ച് ബന്ധമുണ്ടല്ലോ. നമ്മളിപ്പോൾ അന്വേഷിയായിട്ട് ഇരിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും അന്വേഷിക്കുമ്പോൾ നമ്മളിങ്ങനെ പല ചോദ്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കും. പക്ഷെ ഒരു നിമിഷം നമുക്ക് നിശബ്ദമാകാൻ പറ്റിയാൽ, ഒരു നിമിഷം നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ ഒന്നിനുമല്ലാതെ കാശിയിലിരിക്കാൻ പറ്റിയാൽ, ആ നിമിഷം മുതൽ ചിലപ്പോൾ കാശി നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും പാഠങ്ങൾ. ഇപ്പം കാശി യാത്ര എന്ന് പറയുമ്പോൾ, ഇപ്പം എനിക്ക് കാശി യാത്ര എന്ന് പറയുന്നത് കാശിയിലേക്കുള്ള അവിടെ ചെന്ന് അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ കാശി യാത്രയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ, മോചിദാസ് മോക്ഷ യാത്രയിൽ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് 3 തരം യാത്രകളാണ്. വിശാല കാശി യാത്ര, സമ്പൂർണ്ണ കാശി യാത്ര, ത്രിസ്ഥല യാത്ര. ഇതിലേതാണ് ശരിക്കുള്ള കാശി യാത്ര? ഇതെല്ലാം കാശിയാത്ര തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ 3 പേരുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ആദ്യം ഞാൻ സമ്പൂർണ്ണ കാശിയാത്രയെക്കുറിച്ച് പറയാം. സമ്പൂർണ്ണ കാശിയാത്ര എന്ന് പറയുന്നത് ആരംഭിക്കുന്ന രാമേശ്വരത്തു നിന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് എനിക്ക് ലഭിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് ഗണപതി രാജാവിന് പണ്ട് കാലത്ത് ഉപദേശം നൽകിയിരുന്ന ആ കുടുംബത്തിലെ വളരെ പ്രായം ചെന്ന അദ്ദേഹം, ഒരിക്കൽ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കുകയുണ്ടായി. പലപ്പോഴും പോയിരുന്നു സംസാരിക്കുമായിരുന്നു, പലപ്പോഴും ഉദയാമൃതത്തിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ അദ്ദേഹം താളിയോലകളിൽ നിന്ന് എങ്ങനെയാണ് ഒരു കാശിയാത്ര നടത്തേണ്ടതിനെക്കുറിച്ച്, പൂർവികർ എഴുതിയതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അതിൽ രാമേശ്വരത്ത് യാത്ര നടത്തുന്നതിന് ഒരു വിധിയുണ്ട്, എങ്ങനെയാണ് രാമേശ്വരത്ത് യാത്ര നടത്തേണ്ടത്. അപ്പോൾ ആ രാമേശ്വരത്ത് അങ്ങനെ യാത്ര നടത്തണം, ധനുഷ്കോടിയിൽ നമ്മൾ എത്ര തവണ മുങ്ങണം തുടങ്ങിയിട്ടുള്ള കുറേ കണക്കുകളുണ്ട്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുവും, ഞാനത് എഴുതിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ രാമേശ്വരം യാത്ര. ആ രീതിക്ക്, ആ വിധിപ്രകാരം പോയി രാമേശ്വരത്ത് പോയിട്ട് രാമൻ്റെ ഈശ്വരനായ മഹാദേവനെ തൊഴുതു വരികയും അവിടെ നിന്ന് പ്രത്യേകിച്ചൊരു മണ്ണെടുക്കുകയും ചെയ്യും. ഈ മണ്ണ് നമ്മുടെ വീടുകളിൽ വെച്ച് 41 ദിവസത്തോളം നമ്മൾ കാശിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പും വ്രതവും പ്രാർത്ഥനയും ഒക്കെ നടത്തിയിട്ട് 41ാമത്തെ ദിവസം നമ്മൾ കാശിയിലുണ്ടാവുക. 41ാമത്തെ ദിവസം നമ്മൾ കാശിയിലുണ്ടാവും. കാശിയിൽ പ്രാർത്ഥനകൾ നടത്തും. അത് കഴിഞ്ഞ് നേരെ പ്രയാഗിലേക്ക് പോകും. അപ്പോൾ പ്രയാഗിൽ നമ്മൾ ഈ മണ്ണ് കൊണ്ട് പ്രത്യേകമായിട്ട് ശിവലിംഗം ഉണ്ടാക്കി പൂജകൾ നടത്തും. അത് കഴിഞ്ഞ് കാശിയും പ്രയാഗും ഗയയും തൊഴുതു വരികയും പ്രയാഗിൽ നിന്ന് ശേഖരിക്കുന്ന ഗംഗാജലം പിന്നെ തിരികെ വന്നിട്ട് രാമേശ്വരത്ത് അഭിഷേകം ചെയ്യുന്നതാണ് നമ്മൾ സമ്പൂർണ്ണ കാശി യാത്ര എന്ന് പറയാറ്. ഒരു വൃത്തം കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ. ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയ സൂചന അധ്യാത്മരാമായണത്തിൽ യുദ്ധകാണ്ഡത്തിൽ പറയുന്നുണ്ട്. അതായത് ശ്രീരാമൻ രാമേശ്വരത്ത് നിന്ന് കാശിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് ഇത്രയും വ്യക്തമായിട്ടല്ല പറയുന്നത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി അതിനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു യാത്രയാണ്. ഇത് ശരിക്കും ആദ്യം രാമേശ്വരത്തെ യാത്ര നടക്കും. രാമേശ്വരം 3 ദിവസം കൊണ്ട് നമ്മൾ പൂർത്തിയാക്കി വരും. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ മണ്ണെടുത്തതിൻ്റെ 41ാമത്തെ ദിവസം നമ്മൾ കാശിയിലെത്തും. കാശിയിലെത്തിയിട്ട് കാശിയെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ പ്രയാഗിൽ പോയിട്ടാണ് ഈ മണ്ണ് നമ്മളവിടെ പൂജകളും ശിവലിംഗം ഉണ്ടാക്കി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ആ മണ്ണ് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രയാഗിലും കാശിയിലും ഗയയിലും പിതൃക്കൾക്ക് തർപ്പണവും മറ്റു പൂജകളും ചെയ്യും. അങ്ങനെയാണ് ആ കാശി യാത്ര പൂർത്തിയാവുക. അതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 6 ദിവസം വേണ്ടി വരും ഇത് മാത്രം നടത്താൻ. ഇനിയിപ്പോൾ രാമേശ്വരത്ത് വരുന്നില്ല ഒരാൾ, രാമേശ്വരത്തേക്ക് വരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ രാമേശ്വരത്ത് മുൻപ് വന്നിട്ടുണ്ടെന്നുള്ള ഒരാൾക്ക് കാശി ഗയ പ്രയാഗ് മാത്രം കണ്ടാൽ മതിയെങ്കിൽ ആ യാത്രയുടെ പേരാണ് ത്രിസ്ഥല യാത്ര. അപ്പോൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ രാമേശ്വരത്ത് വന്നിട്ട് 41 ദിവസം കഴിഞ്ഞ് കാശിയിലേക്ക് വരുന്ന ആ യാത്രയും ആകാം. അല്ല ഇനിയിപ്പോൾ കാശി ഗയ പ്രയാഗ് മാത്രം തൊഴുത് അവിടെ പിതൃക്കൾക്ക് പൂജകൾ ചെയ്താൽ മതിയെങ്കിൽ ആ യാത്രയുടെ പേരാണ് ത്രിസ്ഥല യാത്ര. അതിന് നമ്മളിപ്പോൾ ഒരു 6 ദിവസം നമ്മൾ കാശിയിൽ നിന്നുകൊണ്ട് ഈ 3 ഇടങ്ങളും പോയി വരും. അത്യാവശ്യം കാശിയിലെ വിശ്വനാഥനെ ദർശിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഗംഗാ ആരതി, ബോട്ട് യാത്ര തുടങ്ങി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനുള്ളിൽ വരും. ഒപ്പം നമ്മൾ ബോധ് ഗയ തുടങ്ങിയിട്ടുള്ളിടത്ത് പൂജകളും ചെയ്യും. അതാണ് ത്രിസ്ഥല യാത്ര പറയുന്നത്. എന്നാൽ വിശാല കാശി എന്ന് പറയുന്ന യാത്രയിലേക്ക് ഈ ത്രിസ്ഥല യാത്ര തന്നെ ഉണ്ടാവും. അതായത് കാശി ഗയ പ്രയാഗ് എന്നുള്ള യാത്ര ഉണ്ടാവും. ഇത് കൂടാതെ 2 ദിവസം നമ്മൾ കാശിയെ മാത്രം, അതായത് ആദ്യം തന്നെ നമ്മൾ 2 ദിവസം കാശിയിലുണ്ട്. പിന്നെ ആദ്യത്തെ ദിവസം കാശിയിൽ, 2ാമത്തെ ദിവസം പ്രയാഗിൽ പോകുന്നു, 3ാമത്തെ ദിവസം വീണ്ടും കാശിയിലെത്തുന്നു. കാശിയിൽ നിന്ന് പിന്നെ നമ്മൾ ഗയയിൽ പോകുന്നു. ഗയയിൽ പോയിട്ട് അടുത്ത ദിവസം തിരിച്ചു വരുന്നു. അങ്ങനെയാണ് ആദ്യ ദിവസത്തെ യാത്ര. ഇത് കഴിഞ്ഞ് 2 ദിവസം കൂടി കാശിയിൽ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ പഞ്ചക്രോശി യാത്ര ചെയ്യുക. അതായത് അന്തരകാശിയെ അറിയുക എന്നുള്ളതാണ്. അതൊരു വിശേഷമായിട്ടുള്ള, നമ്മൾ സാധാരണ കാശിയിൽ പോകുന്നു, ദർശനം ചെയ്തു വരുന്നു എന്നുള്ളതിനപ്പുറത്ത് കുറച്ചുകൂടി വിശാലമായിട്ടുള്ളൊരു യാത്രയാണ്
പഞ്ചക്രോശി യാത്ര. അതായത് നമ്മൾ കാശിയെ ആകെ പ്രദക്ഷിണം ചെയ്യാണ്. പണ്ട് കാലത്തെ ആൾക്കാർ പദയാത്രയാണ്, കാൽനടയായിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പോഴും കാൽനടയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളിത് വാഹനത്തിലാണ്, നമുക്ക് കാരണം ചുരുങ്ങിയ ദിവസമാണല്ലോ നമുക്കുള്ളത്, വാഹനത്തിലാണ് ചെയ്യുന്നത് എങ്കിലും 5 കോശങ്ങൾ വെച്ച്, പഞ്ചകോശം എന്ന് പറഞ്ഞാൽ പഞ്ചകോശങ്ങൾ വെച്ചിട്ട് ഏകദേശം 80 കിലോമീറ്റർ നമ്മൾ മുഴുവനും പ്രദക്ഷിണം ചെയ്ത് കാശിയെ പ്രദക്ഷിണം ചെയ്ത് വരാം. കാശി എന്ന നഗരത്തെ പ്രദക്ഷിണം ചെയ്യണം. അപ്പോൾ ഇതിൽ 5 ഇടത്താവളങ്ങളുണ്ട്, 5 പടാവുകൾ എന്ന് പറയും. ഈ 5 പടാവുകളിൽ നമ്മൾ ഇറങ്ങി പ്രത്യേകിച്ച് പൂജകൾ, ധ്യാനമൊക്കെ നടത്തി 5 സങ്കല്പങ്ങളാണ്. അതായത് പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ പഞ്ചകോശങ്ങൾ, അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന കോശങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയും ഒക്കെ നിൽക്കുന്ന 5 ക്ഷേത്രങ്ങളാണ്. ഈ 5 ക്ഷേത്രങ്ങളിലും 5 വ്യത്യസ്തമായ ഐതിഹ്യങ്ങളുണ്ടെങ്കിലും അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന, നമ്മൾ ഓരോ ഇടത്തും ഓരോ സത്സംഗം നടത്തും. ഈ ഓരോ സത്സംഗിലും നമ്മൾ കാശിയെ കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഒന്ന് ജലലിംഗമാണെങ്കിൽ മറ്റൊന്ന് ആകാശലിംഗമാണ്, ഇനി ഒന്ന് പൃഥ്വിലിംഗമാണെങ്കിൽ ഇനി ഒന്ന് അഗ്നിലിംഗമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രത്യേകതകൾ അറിയണമെങ്കിൽ നമ്മൾ പഞ്ചകോശി യാത്ര നടത്തും. ഇതിൽ കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടുന്നില്ല. നമ്മൾ മണികർണിക ഘാട്ടിൽ നിന്ന് തുടങ്ങി തിരിച്ച് കാശിയെ മുഴുവൻ വലം വെച്ച് മണികർണിക ഘാട്ട് തന്നെ തിരിച്ചെത്തുന്ന ഒരു യാത്രയാണ് പഞ്ചകോശി യാത്ര എന്ന് പറയുന്നത്. 5 കോശങ്ങൾ വെച്ച് 5 ഇടങ്ങളിലേക്ക് പോകും. അതായത് 25 കോശമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതൊരു സവിശേഷ യാത്രയാണ്. അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് തന്നെ രസകരമാണ്. അതായത് പൂർത്തീകരിക്കുന്നത് ജൗ വിനായകൻ എന്ന് പറയുന്ന ഒരു വിനായക ക്ഷേത്രത്തിലാണ്. ആ വിനായക ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പ്രാർത്ഥിച്ചത് പൂർണ്ണമാകുകയാണ്. പഞ്ചകോശി യാത്ര പൂർണ്ണമാകുന്നതിന് മുൻപ് നമ്മൾ ഒരു പിടി ബാർലി വിത്ത് കയ്യിലെടുക്കും. അതുകൊണ്ട് ജോ എന്ന് പറഞ്ഞാൽ ബാർലിയാണ്. അപ്പോൾ ജോ വിനായകൻ എന്നാണ് ഗണപതി അറിയപ്പെടുന്നത്. ഇത് കയ്യിൽ വെച്ചിട്ട്, ഈ ബാർലി കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കും വിനായകന് മുന്നിൽ. അത് കഴിഞ്ഞിട്ട് ആ ബാർലി വിത്തുകൾ കാശിയുടെ തീരത്ത് വിതയ്ക്കും. എന്നിട്ട് ഇതെല്ലാം മുള പൊന്തട്ടെ എന്നാണ് പറയണത്. എന്നിട്ട് പറയും പഞ്ചക്രോശി യാത്രാഫലം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്, കാശി ഫലം നമുക്ക്, ഈ വിത്ത് ഫലം മണ്ണിന്, ഈ വിത്ത് നാളെ മുളയ്ക്കട്ടെ. അപ്പോൾ അതൊരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആചാരമാണ്. അതായത് ഈ വിത്തുകൾ നമ്മൾ മണ്ണിൽ മുളച്ചിട്ട് വരികയാണ്, നാളത്തേക്ക് വേണം ഈ വിത്തുകൾ, ഇത് ചെടിയാകാനും അന്നമാകാനും വേണം. അതുപോലെ തന്നെയാണ് നമ്മൾ പഞ്ചകൃഷി യാത്രയിലൂടെ അനുഭവിച്ച, നമുക്ക് ലഭിച്ച ജ്ഞാനവും ഇതുപോലെയാണ്. അതിൻ്റെ വിത്താണ് നമ്മുടെ ഉള്ളിൽ പാകപ്പെട്ടിരിക്കുന്നത്. ഇത് മുളച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളിലൂടെ പലരിലേക്ക് ഇതിൻ്റെ അനുഭവ ഗുണങ്ങൾ ചെല്ലണം. അപ്പോൾ അങ്ങനെ ഒരു പഞ്ചക്രോശി യാത്ര അത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ദിവസം നമ്മൾ പാതാള വാരാഹി, അത് കാശിയുടെ ഒരു ശ്രേഷ്ഠ സങ്കല്പം തന്നെയാണ്. അവിടെയും നമ്മൾ തൊഴാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിശാലമായ അർത്ഥങ്ങളിൽ കാശിയെ കാണാം. പാതാള വാരാഹിയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സങ്കല്പമാണ്. അതായത് വാരാണസിയുടെ രാത്രിയുടെ കാവൽക്കാരിയാണ് വാരാഹി. രാത്രി മുഴുവൻ കാവൽ നിൽക്കുകയാണ് വാരാഹി. എന്നിട്ട് പ്രഭാതത്തിലാണ് സ്വക്ഷേത്രത്തിലേക്ക് തിരികെ വരിക. അതുകൊണ്ട് രാവിലകളിൽ കുറച്ചു നേരം മാത്രമേ നട തുറന്നിരിക്കുകയുള്ളൂ. ആ ക്ഷേത്രത്തിൽ നിന്ന് പോയി ആ വിഗ്രഹം ഒന്ന്, വാരാഹി വിഗ്രഹം ഒന്ന് കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു എങ്ങനെ നമുക്കത് വാക്കുകൾ കൊണ്ട് പറയാനാകാത്തൊരു ചൈതന്യമാണ്. ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നടത്തുന്നത് വിശാല കാശിയിലാണ്. അതായത് ത്രിസ്ഥല യാത്രയിലല്ല, വിശാല കാശി യാത്രയിലാണ് ഇതെല്ലാം ഉൾപ്പെട്ട് വരുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ സമ്പൂർണ്ണ കാശി യാത്രയിൽ വിശാല കാശി യാത്രയും കൂടെ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റും. അത് പക്ഷേ കുറേ നാളുകൾ വേണം. അപ്പോൾ എല്ലാവർക്കും അത്രയും നാളുകളൊക്കെ യാത്രയ്ക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിപ്പോൾ ത്രിസ്ഥല യാത്രയായിട്ടോ അല്ലെങ്കിൽ വിശാല കാശിയായിട്ടോ മാത്രം ഉൾപ്പെടുത്താൻ പറ്റും. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അയോധ്യ നൈമിഷാരണ്യവും കൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ഒരാൾക്ക് ഇതെല്ലാം കണ്ടുപോകാനായിട്ട്. പക്ഷേ പഞ്ചക്രോശി യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ കാശിയെ മുഴുവൻ വലം വയ്ക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 33 കോടി ഈശ്വരന്മാരും അവിടെ ഓരോരോ ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നാണ്. ഇതെല്ലാം നമ്മൾ കാണുകയോ പ്രദർശനം ചെയ്യുകയോ സാധ്യമല്ല. പക്ഷേ പഞ്ചക്രോശി യാത്ര നടത്തുന്നതിലൂടെ നമ്മൾ ഈ 33 കോടി ശിവലിംഗങ്ങളെയും വലം വെച്ച് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു വിശ്വാസമുള്ളത്. അതുപോലെ തന്നെ ശ്രീരാമനും ഈ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ സീതാസമേതനായിട്ട് ഈ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദ്വാപരയുഗത്തിൽ പാണ്ഡവർ ശ്രീകൃഷ്ണ നിർദ്ദേശത്താൽ ഈ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതേ പ്രദക്ഷിണം നമുക്ക് ചെയ്യാനാകണമെങ്കിൽ നമ്മുടെ വിശാല കാശി യാത്രയിലാണ് പങ്കുചേരുന്നത്. അതുകൊണ്ടാണ് ഈ പല പല യാത്രകൾ. ഇപ്പോൾ എല്ലാവർക്കും എല്ലാം സാധിക്കില്ല എങ്കിൽ സാധിക്കുന്നതാകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പല യാത്രകൾ പദ്ധതിയിട്ടിരിക്കുന്നത്. ഈ പാതാള വാരാഹി എന്ന് പറയുമ്പോൾ നഗരത്തിന് കാവൽ നിൽക്കുകയാണ് രാത്രി. കാശിയുടെ നഗരത്തിനും കാശിയുടെ ആത്മീയതയ്ക്കും ഒക്കെ കാവൽ നിൽക്കുന്നു. ശരിക്കും വാരാഹി എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് അറിയാം. വാരാഹി എന്ന് പറഞ്ഞാൽ പന്നിയുടെ മുഖമാണ്. അപ്പോൾ ഭൂമിയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിയാണല്ലോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ വാരാഹി എപ്പോഴും ഒരു അന്വേഷണത്തിലാണ്. ഏറ്റവും ഉറഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് പോലും താഴേക്ക് കുഴിച്ച് ചെല്ലുകയാണ് വാരാഹി ചെയ്യുന്നത്. അതുപോലെ തന്നെ കാശിയിലെത്തുന്ന ഒരു സീക്കർ അല്ലെങ്കിൽ ഒരു അന്വേഷി
അന്വേഷിയുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ആത്മീയ ചൈതന്യങ്ങളുടെ തേജസ്സിനെ ആ മൂലാധാര ചക്രത്തിലേക്ക് ഇറങ്ങി ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അവിടെ നിന്ന് ആ ശക്തിയെ, തേജസ്സിനെ ഉണർത്തി മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് വാരാഹി. അതുകൊണ്ടാണ് രാത്രിയുടെ ഇരുട്ടിൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി ആ ഇരുട്ടിന് കാവൽ നിൽക്കുകയാണ് വാരാഹി. വാരാഹി എന്നുള്ള പേരിന് തന്നെ ഇരുട്ടുമായിട്ട് കുറച്ച് ബന്ധമുണ്ടല്ലോ. അപ്പോൾ ആ ഇരുട്ടിനെ, അല്ലെങ്കിൽ കാശിയുടെ ഇരുട്ടിനെ മുഴുവനും കാവലാളായി നിന്നുകൊണ്ട് പ്രകാശത്തിലേക്ക് നയിക്കുന്ന വാരാഹി. ശരിക്കും ഒരു അന്വേഷി തൊഴുതിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് വാരാഹിയുടേത്. നമ്മളിലെ ആത്മശക്തിയെ ഏറ്റവും ഉള്ളിൽ ഉറഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും, ഇപ്പം നമുക്ക് തന്നെ അറിയില്ല ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് അറിയില്ലെങ്കിൽ പോലും അതിനെ ഏറ്റവും ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്നതിനെ പോലും കുഴിച്ചു ചെന്ന് കണ്ടെത്തി തരുന്ന വാരാഹി ദേവി. അതാണ് പാതാള വാരാഹി. പാതാള വാരാഹി എന്നാണ് പറയുന്നത്. കുഴിക്കുള്ളിലാണ് ക്ഷേത്രം. കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇങ്ങനെ കുറേ രഹസ്യങ്ങൾ കാശിയിലുണ്ട്. അതൊക്കെ നമ്മൾ ഈ വിശാല കാശി യാത്രയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാശിയിൽ എത്ര ദിവസം നിന്നാലും മതിയാവില്ല. ഇനി ഒരു മാസം നമ്മൾ നിന്നാൽ പോലും നമ്മൾക്ക് കാഴ്ചകൾ കണ്ട് പൂർത്തിയാവില്ല. ഓരോ ദിവസവും പുതിയ അറിവുകൾ, ജ്ഞാനം നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിലെ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ യാത്ര അങ്ങനെ ഒരു രീതിയിൽ. മൗജിദാസ് മോക്ഷയുടെ യാത്രകൾ എളുപ്പമല്ല. ഒന്നുകിൽ നമുക്കതിന് സമയം വേണം, അല്ലെങ്കിൽ അത്രയും സമയം ഇത്രയും സജ്ജീകരണങ്ങളൊക്കെ വേണമല്ലോ. അപ്പം നമുക്ക് അതിന് തയ്യാറുള്ളവർക്ക് മാത്രമേ ഈ യാത്രകളിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇങ്ങനൊരു ആഗ്രഹം അവരുടെ ഉള്ളിൽ വേണം. കാശിയെ വ്യത്യസ്തമായി അറിയാനുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ടാകുമ്പോഴാണ് നമ്മളുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് അതിന് കൂടുതലൊരു ഉത്സാഹം, അല്ലെങ്കിൽ കൂടുതൽ അറിവുകൾ. പൂർണ്ണമായ അറിവ് നമുക്ക് ആർക്കും ഇല്ല. അത് പൂർണ്ണമായ അറിവ് ഒരിക്കലും ആർക്കും നേടിയെടുക്കാനും സാധിക്കില്ല. എങ്കിലും ഉള്ള അറിവുകളെ സന്തോഷത്തോടു കൂടി പങ്കുവെച്ച് ഇത്രയും ഒരു നിഗൂഢമായ തലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. പിന്നെ ത്രിസ്ഥല യാത്ര എന്ന് പറഞ്ഞാൽ കാശി, പ്രയാഗ്, ഗയ 3 സ്ഥലങ്ങൾ മാത്രം പോകുന്നതാണ് ത്രിസ്ഥല യാത്രയിൽ വരിക. ഒപ്പം നമുക്ക് സാരനാഥ് ഒക്കെ വരും ആ യാത്രയിൽ. എങ്കിലും കാശിയെ വിശാല കാശിയായിട്ട് തന്നെ, സമ്പൂർണ്ണ കാശി യാത്രയിലും ഈ വിശാല കാശി വരുന്നുണ്ട്. സമ്പൂർണ്ണ കാശി യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ രാമേശ്വരത്തു നിന്നേ പോകുന്നു, ദക്ഷിണേന്ത്യയിൽ നിന്ന് പോകുന്നവർ അങ്ങനെ പോകണം എന്നാണ്. അപ്പോൾ ഓരോ യാത്രയും ആ ദേശത്തിൻ്റെ പ്രത്യേകതകൾ കൂടി ഉള്ളിൽ ഊട്ടി ഉറപ്പിച്ച് നമ്മളിൽ ആ സങ്കല്പങ്ങളെ അറിയാനുള്ള പ്രാപ്തി നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. ആ പ്രാപ്തിയാണ് ശരിക്കും നമ്മൾ നേടിയെടുക്കേണ്ടത്. കാശിയെ അറിയാനുള്ള പ്രാപ്തി നമ്മൾ നേടിയെടുത്തിട്ട് കാശിയിലേക്ക് എത്തുക, അങ്ങനെയാണ്. അപ്പോൾ അതാണ് വിശാല കാശിയും സമ്പൂർണ്ണ കാശിയുടെയൊക്കെ പ്രത്യേകത. കാശിയുടെ ഒരു പ്രത്യേകത എനിക്കാണ്, അമ്പലങ്ങളാണെങ്കിലും ഇടുങ്ങിയ ഗലികളാണെങ്കിലും ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ശരീരവുമായിട്ടും മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അന്വേഷണങ്ങൾ, നേരത്തെ പറഞ്ഞാൽ അന്വേഷണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ കാശി യാത്രകൾ നമ്മുടെ തന്നെയുള്ള തിരിച്ചറിവുകൾ, നമ്മുടെ തന്നെ ശരീരത്തെ അറിയുക, നമ്മുടെ മനസ്സിനെ അറിയുക, നമ്മുടെ ആത്മാവിനെ അറിയുക എന്നുള്ള യാത്രകളായി മാറുകയാണ്. അങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. എനിക്ക് മാറണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് അന്വേഷിക്കുകയാണ്, എനിക്ക് അങ്ങനെ ആകണം എന്ന് പ്രതീക്ഷിച്ച് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല കാശിയിൽ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, നമ്മളെപ്പോഴും ഒരു എംപ്റ്റി കപ്പായിരിക്കുമ്പോൾ മാത്രമാണ് ഒരു യാത്ര അല്ലെങ്കിൽ ആ യാത്രയുടെ ആ ഭൂമിക നമ്മളോട് സംവദിക്കുക. അല്ല നമ്മൾ ഇപ്പോൾ ഐ നോ എന്നുള്ളൊരു വിചാരത്തിലിരിക്കുകയാണ്, ഇത് ഇന്ന ക്ഷേത്രമാണ്, ഇതിൻ്റെ ചരിത്രം ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു അറിവ് കൊണ്ട് നമ്മൾ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ കാശി നമ്മളിലേക്ക്, അവിടെ സ്പേസ് ഇല്ലല്ലോ കൂടുതൽ നിറയ്ക്കാനായിട്ട്. അപ്പോൾ ഒന്നും നിറയ്ക്കാൻ പറ്റാതെ ഒരവസ്ഥയാവും. അതേസമയം നമ്മളൊരു ഒഴിഞ്ഞ കപ്പായിട്ട് പോവുകയാണെന്ന് വിചാരിക്കും, ഒരു പ്രതീക്ഷയില്ല. ഇപ്പോൾ പലരും മണികർണിയെക്കാട്ടിൽ അഘോരിയെ കാണണം എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട് എൻ്റെ ഒപ്പം. അപ്പോൾ ഞാൻ പറയും, അങ്ങനെ നമുക്ക് അഘോരിയെ കാണാൻ പറ്റില്ല. നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ വെളിപ്പെടില്ല. അവരാഗ്രഹിക്കണം അവരെ നമ്മൾ കാണണമെന്ന്. എപ്പോൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിപ്പോൾ മണികർണിയെക്കാട്ടിൽ വെച്ച് തന്നെ വേണമെന്നില്ല, എവിടെ വെച്ച് വേണമെങ്കിലും സാധിക്കാം. അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രതീക്ഷകൾ, അത്തരം തീരുമാനം, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും എന്നുള്ള തീരുമാനങ്ങളോടുകൂടി ഒന്നും കാശിയിൽ വരാതിരിക്കുക. ഒരു ഒന്നും അറിയാത്ത ഒരു കുട്ടി ഒരു അധ്യാപകന് മുന്നിലേക്ക്, ഒരു ഗുരുവിന് മുന്നിലേക്ക് വരുന്ന പോലെ വരാം. ആ ഗുരു ഈ കുട്ടിയുടെ എല്ലാ അവസ്ഥകളും അറിയുന്ന ഗുരുവാണ്. നമ്മുടെ ഗുരുവിൻ്റെ വിശേഷം അതാണ്, മഹാഗുരുവിൻ്റെ വിശേഷം അതാണ്. നമ്മളെ എല്ലാ തലത്തിലും അറിയാം. അപ്പം നമുക്ക് എന്താണോ വേണ്ടത് അത് നൽകിക്കൊള്ളും. അപ്പം നമ്മൾ ശരിക്കും അങ്ങനെ ഒഴിഞ്ഞൊരു മനസ്സോടുകൂടി വേറെ ഒന്നും പ്രതീക്ഷിക്കാതെ കാശിയിലേക്ക് വരും. അപ്പോൾ കാശി നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ മുഴുവനും നിറച്ചു തരും. അതാണ് ശരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അന്വേഷിയായിട്ട് ഇരിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും അന്വേഷിക്കുമ്പോൾ നമ്മളിങ്ങനെ പല ചോദ്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കും. പക്ഷെ ഒരു നിമിഷം നമുക്ക് നിശബ്ദമാകാൻ പറ്റിയാൽ, ഒരു നിമിഷം നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ ഒന്നിനുമല്ലാതെ കാശിയിലിരിക്കാൻ പറ്റിയാൽ, ആ നിമിഷം മുതൽ ചിലപ്പോൾ കാശി നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും പാഠങ്ങൾ. ശരിക്കും ഒരു കുറച്ച് കർക്കശക്കാരനായ ഒരു ഗുരുവിൻ്റെ മുന്നിലിരിക്കുന്ന പോലെയാണ് കാശിയിലെ ഓരോ ചുവടും നമുക്ക് വെക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കാശി അറിഞ്ഞു കഴിഞ്ഞാൽ കാശി വിട്ടുപോകില്ല എന്ന് പറയുന്നു. കാശി അവിമുക്തമായി മാറുകയും കാശി വിട്ടുപോയി.
പക്ഷേ നമ്മൾ കാശിയിൽ എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ട് വരണമെങ്കിൽ, ആ. ഉപേക്ഷിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ച് നമ്മൾ ആ കാശിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ എന്തെങ്കിലും ബാക്കി വെച്ച് വരികയാണെങ്കിൽ അതെന്തായിരിക്കും? കാശിയിൽ എല്ലാവരും പറയാറുണ്ട് നമ്മൾ ബലിയിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണം. അപ്പോൾ പൂജാരി തന്നെ പറയാറുണ്ട് എന്തെങ്കിലും ഒരു ഫലം ഉപേക്ഷിച്ചോളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചക്കറി ഉപേക്ഷിച്ചോളൂ, പിന്നെ അത് കഴിക്കുകയോ ചെയ്യരുത് ജീവിതത്തിൽ എന്നാണ് പറയുക. എന്നിട്ട് അവർ തന്നെ പറയും വല്ല ചുരക്കാന്നോ അങ്ങനെ, അത് നമ്മൾ നിരന്തരം ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒന്ന് ആലോചിച്ചോളൂ, അപ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. പക്ഷേ എനിക്കതൊരു അങ്ങനെ ഒരു ആചാരത്തിനോട് വലിയൊരു ആഭിമുഖ്യം തോന്നാറില്ല. കാരണം എന്ന് വെച്ചാൽ കാശിയിൽ നമ്മൾ അങ്ങനെ നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുന്നതിലല്ല കാര്യം. നമുക്ക് പഴങ്ങളോ പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലും ഉപേക്ഷിക്കുകയല്ല. എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഇപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒന്ന് തന്നെ ഉപേക്ഷിച്ചേക്കാമെന്ന് വിചാരിക്കാം. എനിക്കിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഫലം അല്ലെങ്കിൽ ചക്കപ്പഴമാണെന്ന് വിചാരിക്കാം. ഞാൻ ചക്കപ്പഴം കാശിയിൽ ചെന്നിട്ട് ഒരു ആവേശത്തിന് ഉപേക്ഷിക്കുകയാണ്. പിന്നെ ജീവിതകാലം മുഴുവൻ ചക്കപ്പഴം കഴിക്കണം എന്ന ആഗ്രഹവും കൊതിയും, അയ്യോ ഞാൻ എന്നാലും അത് ഉപേക്ഷിച്ചല്ലോ എന്നുള്ള ചിന്തയുമായിട്ട് ഞാൻ അസ്വസ്ഥമാകുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കും പൂജാരി പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമേ അല്ലാത്തൊരു പഴം എടുക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു പച്ചക്കറി എടുക്കൂ, എന്നിട്ട് അത് ഉപേക്ഷിക്കൂ. പക്ഷെ ഞാൻ എൻ്റെ ഒപ്പം വരുന്ന യാത്രികളോട് പറയുന്നത്, നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു സ്വഭാവം, നമുക്കറിയാം ഇത് എൻ്റെ ഈ സ്വഭാവം അത്ര ശരിയല്ല എന്ന് നമുക്കറിയാം, നമുക്ക് നമ്മളെ നന്നായി അറിയുമല്ലോ. അപ്പോൾ നമുക്കറിയാം ഈ സ്വഭാവം അത്ര നല്ലതല്ല, ഇതത്ര ശരിയല്ല എന്നറിയാം. ആ സ്വഭാവത്തെ ഉപേക്ഷിക്കുക, പിന്നെ ഒരിക്കലും ആ സ്വഭാവത്തെ തിരിച്ചു കൊണ്ടുവരാതിരിക്കുക. അങ്ങനെ വല്ലതും ഉപേക്ഷിക്കാനാണ് എങ്കിൽ കാശിയിൽ നമുക്ക് അത് ഉപേക്ഷിച്ചു വരാം. പിന്നെ കാശിയിൽ നമ്മൾ നമ്മളെ കണ്ടെത്തുകയും നമ്മളെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഉപേക്ഷിക്കലുകളോ നേടിയെടുക്കലുകളോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. എങ്കിലും കാശിയിൽ എന്തെങ്കിലും ഉപേക്ഷിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്കിഷ്ടമല്ലാത്ത, നമുക്കറിയാം അത് ശരിയല്ല എന്ന് വിചാരിക്കുന്നത്, ഇപ്പോൾ വല്ലാതെ ദേഷ്യം വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ അസൂയ തോന്നുന്ന സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ ആരോടും അങ്ങനെ അധികം മിണ്ടണ്ട എന്ന് തോന്നുന്നതായിരിക്കാം, നമ്മുടെ ഇൻഫീരിയോറിറ്റിയോ സുപ്പീരിയോറിറ്റിയോ കോംപ്ലക്സുകളായിരിക്കാം. ഏതെങ്കിലും ഒന്ന് അങ്ങ് ഉപേക്ഷിക്കുക, പിന്നെ അതൊരിക്കലും തിരിച്ചെടുക്കാതിരിക്കുക. അതായിരിക്കും നല്ലത്. ഉപേക്ഷിക്കാൻ നല്ലത് അതാണ്. അങ്ങനെ ഉപേക്ഷിക്കുന്നതിലൂടെയും കാശി നമ്മുടെ ഒപ്പം വരുന്നുണ്ട്. ഉപേക്ഷിക്കുമ്പോഴും ഉപേക്ഷിക്കപ്പെടുമ്പോഴും അതാണല്ലോ സംഭവിക്കുന്നത്. ഉപേക്ഷിക്കുന്നതോടുകൂടി കാശി നിരന്തരം നമ്മുടെ മനസ്സിലേക്ക് വരാം. ഇതിപ്പം ഫലങ്ങളായാൽ പോലും ആ ഫലം കാണുമ്പോൾ ഉടനെ അയ്യോ ഞാനിത് കാശിയിൽ വെച്ച് ഉപേക്ഷിച്ചു, അപ്പോൾ കാശി നമ്മുടെ മനസ്സിലേക്ക് വന്നു. ഇതെല്ലാം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാശിയിലേക്ക് പണ്ടൊന്നും എത്തിപ്പെടുക അത്ര എളുപ്പമായിരുന്നില്ല. എത്തിപ്പെട്ടാൽ തന്നെ തിരിച്ചു വരിക അത്ര എളുപ്പമായിരുന്നില്ല. കാശിയിൽ ചെല്ലുന്നവർ കാശിയിൽ തന്നെ പൂർണ്ണ മുക്തി നേടുക എന്നുള്ളതായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ അഥവാ തിരികെ വന്നാൽ കാശിയെ അനുസ്മരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതിനായിരിക്കും ഇങ്ങനെയൊക്കെയുള്ളൊരു ആചാരം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പലരും പറയാറുണ്ട്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവിനെ ഉപേക്ഷിക്കുക. പക്ഷേ ഉപേക്ഷിച്ചതായിരിക്കണം അത്. പിന്നെ നമ്മളത് വീണ്ടും ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അത് ശരിക്കും കാശിയെ ആലോചിക്കുമ്പോഴൊക്കെ നമുക്കൊരു അസ്വസ്ഥത വരുന്നു. അങ്ങനെ ആയിരിക്കരുത്. കാശിയെ ആലോചിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും നമ്മൾ. കാശി വിശ്വനാഥൻ അമ്പലങ്ങൾക്കും അപ്പുറം നമ്മളെ പിന്തുടരുന്നൊരു കാശിയുണ്ട്. സംഗീതമായിട്ടും ഗന്ധമായിട്ടും കാഴ്ചകൾ അനുഭൂതിയായിട്ടൊക്കെ, ശബ്ദമായിട്ടും. ബിസ്മില്ല ഖാന്റെ കാശി പോലുള്ള കാശികൾ നമ്മളെ ആ കാശിയെ കുറിച്ച് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിത് ഈ കാശി യാത്ര സമ്പൂർണ്ണമാക്കാൻ തോന്നും. അതെ, കാശിയുടെ അനുഭവത്തിൽ തന്നെ അത് വ്യക്തമായി കിടക്കുകയാണ്. അതായത് എല്ലാ ശബ്ദവും അവിടെ മന്ത്രങ്ങളാണ്. അത് നമ്മളെ അലോസരപ്പെടുത്തും, വല്ലാതെ അലോസരപ്പെടുത്തും. പിന്നെ മെല്ലെ നമ്മുടെ ഹൃദയത്തിൽ കയറി അതങ്ങ് കുടിയിരിക്കും. നമ്മളൊരു 4 ദിവസം കാശിയിൽ നിൽക്കാമെങ്കിൽ 5ാമത്തെ ദിവസം നമ്മുടെ ഭാഗമായി കഴിയും കാശി. പിന്നെ അവിടുത്തെ എല്ലാ ഒച്ചയും ബഹളവും ഒക്കെ നമ്മുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ സംഗീതത്തിന് പ്രാധാന്യം വരുന്നതും, അതുപോലെ നൃത്തകലകൾക്ക് പ്രാധാന്യം വരുന്നതും, ആചാരങ്ങൾക്ക് പ്രാധാന്യം വരുന്നതും, എന്തുകൊണ്ടാണ് മനുഷ്യർ അവിടെ എത്തുമ്പോൾ ചിത്രം വരയ്ക്കുന്നവർ ഒരുപാട് പേര് അസീഘാട്ടിൽ വന്നിരുന്നിട്ട് ചിത്രം വരയ്ക്കും? കാരണം ഒരു ചിത്രം വരയ്ക്കുന്ന ആളുടെ കണ്ണിനെ നിറയ്ക്കാൻ വേണ്ടതെല്ലാം കാശിയിലുണ്ട്. പിന്നെ രാത്രികളിലൂടെ നമ്മൾ ഘാട്ടുകളിലൂടെ സഞ്ചരിച്ചാൽ ഒരുപാട് പേര് ചിലർ ഓടക്കുഴൽ വായിക്കുന്നു, ചിലർ സിത്താർ വായിക്കുന്നു, ചിലർ വീണ. അവരുടെ കലകളെ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കെൽപ്പ് ആ ഭൂമിക്കുണ്ട്. അത് ഗുപ്തമൊന്നുമല്ല, ഗൂഢമൊന്നുമല്ല. അവിടെ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണ് ആ പ്രദേശം. നമ്മളിൽ ഗൂഢമായിരിക്കുന്നതിനെല്ലാമാണ് അത് വെളിയിൽ കൊണ്ടുവരുന്നത്. കാശി ഗൂഢമല്ല, നമ്മളാണ് ഗൂഢവും നിഗൂഢവുമായിട്ടൊക്കെ ഇരിക്കുന്നത്. അവിടെ ചെല്ലുന്നതോടുകൂടി അതെല്ലാം വെളിയിലേക്ക് വരികയാണ്.
നമ്മളിലൊരു കലാകാരിയോ കലാകാരനോ ഉണ്ടെങ്കിൽ അത്, സംഗീതജ്ഞനാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു മനുഷ്യസ്നേഹിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു നിശബ്ദനാണ് അല്ലെങ്കിൽ നിശബ്ദയായിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളെങ്കിൽ അതെല്ലാം ഇങ്ങനെ പ്രകടമാക്കുന്ന ഒരു സ്ഥലമാണ് കാശി. അതുകൊണ്ട് തന്നെ ആണ് ഈ കാശി എല്ലാത്തിനും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം അവിടെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ മദൻ മോഹൻ മാളവ്യ അവിടെ ഒരു സർവകലാശാല വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും നല്ല സർവകലാശാലയായിട്ട് നമുക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഉണ്ടാകുന്ന അറിവുകൾ, അവിടെ ഉണ്ടാകുന്ന അന്തരീക്ഷം, അവിടെ എല്ലാം ഉണ്ട്. ഈ ലോകത്തിൻ്റെ എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടം കാശി വിശ്വനാഥൻ ദക്ഷിണാമൂർത്തിയായിട്ടിരിക്കുന്നതുകൊണ്ടാണെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു പകർപ്പ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലുണ്ട്. കാശിയിൽ എന്താണ് പ്രത്യേകത ഇല്ലാത്തതായിട്ടുള്ളതെന്ന് പറയാനേ സാധിക്കും. കാശിയുടെ എല്ലാം വിശേഷമാണ്. കാശിയിലെ തിരക്കുകൾ, കാശിയിലെ റിക്ഷകൾ, കാശിയിലെ റിക്ഷാക്കാർ, എല്ലാവരിലുമുണ്ട് ഒരു പ്രത്യേകമായി നമ്മളെ എന്തോ പഠിപ്പിക്കുന്ന ഒന്ന്. അതുകൊണ്ട് തന്നെ അനുനിമിഷം കാശിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 1-2 ദിവസങ്ങൾ നമ്മളെ അലോസരപ്പെടുത്തുമായിരിക്കാം. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ നമ്മൾ കാശിയുടെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അവിമുക്തമാണ് കാശി. അതൊരിക്കലും വിട്ടുപോകുന്നില്ല നമ്മൾ. കാശി യാത്ര എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നത് പ്രായമായ ആൾക്കാരായിരിക്കും കൂടുതലും കാശി യാത്രകൾ അനുഭവിക്കാനും കാശിയിൽ വരാനും ഈ അമ്പലങ്ങൾ ദർശിക്കാനൊക്കെ ആഗ്രഹിക്കുന്നതും. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്രൗഡും പ്രായമായ ആൾക്കാരാണ്. അപ്പം മോചിദാസ് മോക്ഷ യാത്രയിൽ അങ്ങനെ ഒരു യാത്ര സ്പെസിഫിക് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ടോ? അവർക്ക് വേണ്ട എന്തെങ്കിലും സൗകര്യങ്ങൾ അധികമായി ചെയ്യാറുണ്ടോ? ഉണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ സീനിയർ സിറ്റിസൺസിന് മാത്രമായിട്ട് ഒരു കാശി യാത്ര, അത് പക്ഷേ കാശി മാത്രം 4 ദിവസം കാശി മാത്രം കാണുന്ന ഒരു യാത്ര അത് ചെയ്തിരുന്നു. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും പലർക്കും ഇപ്പോൾ കാശി എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരിക്കും. പ്രായം ചെന്ന് വരുംതോറും കാശി അവരെ വല്ലാണ്ട് ആകർഷിക്കാൻ തുടങ്ങും. അപ്പോൾ അവരുടെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ കൊണ്ടുവരാൻ ആരെങ്കിലും ഇല്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം വരാം. അല്ലെങ്കിൽ തന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ ഇത്രയും ദൂരം എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതിനെല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് കാശി യാത്ര ഇവർക്ക് എല്ലാവർക്കും എല്ലാം ആ 4 ദിവസം കാശിയിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പ്രധാനപ്പെട്ട കാശിയുടെ ഭാഗങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യാത്ര തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ എന്തായാലും മഹാദേവൻ്റെ ഒരു ഇടപെടൽ എല്ലാത്തിലും ഉണ്ടാകും. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം പോകുമ്പോൾ തന്നെ ഞങ്ങളെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നുവെങ്കിലും പെട്ടെന്നൊരു മഴ പെയ്യുക, അപ്പോൾ ഈ മഴയത്ത് നനയുക. പക്ഷേ അപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്താ അറിയോ, മഴ പെയ്യുന്നു. അപ്പോൾ നമ്മൾ മുതിർന്ന പൗരന്മാരെയും കൊണ്ടുള്ള യാത്രയാണ്, അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം എന്നുള്ള തയ്യാറെടുപ്പിലാണ് ഞാനുള്ളത്. പക്ഷേ പെട്ടെന്ന് മഴ പെയ്യുന്നു, പെട്ടെന്നൊരു മിനിസ്റ്റർ അവിടെ എത്തുന്നു, വഴി തടയുന്നു. അപ്പോൾ നമ്മൾ ആകെ വഴി വേറെ മാറി കുറച്ചുകൂടെ ദൂരം നിന്ന് നടന്നു വരേണ്ടി വരുന്നു. അപ്പോൾ ഈ ബാറ്ററി കാറുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ഒരല്പം മുന്നേ വരെ പ്രായാധിക്യം കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു ചലനങ്ങൾക്കൊക്കെ മൂവ്മെൻറ്റിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ പെട്ടെന്നൊരു ആവേശഭരിതരാകുന്നതോ, അല്ലെങ്കിൽ അവർ നമ്മളെക്കാൾ ഊർജ്ജസ്വലരായിട്ട് മുന്നോട്ട് നടക്കുന്നതോ ഒക്കെ, അത് വൃന്ദാവനത്തിലായാലും കാശിയിലായാലും ഒക്കെ പ്രായമെന്ന് പറയുന്നത് ശരിക്കും ഒരു കാശി യാത്രയിൽ പ്രായമായവർ ചെയ്യുന്ന യാത്രയാണ് എന്നൊക്കെ ഒരു ധാരണയുണ്ടെങ്കിലും ശരിക്കും പ്രായം കാശിയിൽ നല്ല ഒരു യാത്രയിലും ഒരു ഘടകമേ അല്ല. പ്രായമൊക്കെ ശരിക്കും വെറും നമ്പറുകൾ തന്നെയാണ്. അവരവരുടെ മനസ്സിൻ്റെ ഒരു ഊർജ്ജത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ്, ഉത്സാഹം എങ്ങനെയാണ്, അതിനനുസരിച്ചാണ് എല്ലാ യാത്രകളും. എങ്കിലും നമ്മൾ പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു യാത്ര ഒരുക്കിയിട്ടുണ്ട്. തീരെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു കാശി യാത്ര. പക്ഷെ അത് കാശി മാത്രമേ ഉള്ളൂ. 4 ദിവസം സ്വസ്ഥമായിട്ട് വിശ്വനാഥനെ തൊഴുത്, അന്നപൂർണേശ്വരി തൊഴുത്, ഗംഗയിലൂടെയൊക്കെ യാത്ര നടത്തിയുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു യാത്ര അതുമുണ്ട്. മറ്റ് യാത്രകൾ സമാധാനം ഇല്ലെന്നല്ല, പക്ഷേ അത് കുറച്ചുകൂടി നമ്മൾ നടക്കണം. പല പല ഇടങ്ങൾ ഒരു ദിവസം ഇത്ര ദിവസം. ഇപ്പോൾ പഞ്ചക്രോശി യാത്രയൊക്കെ വരുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ ഇത്രയും ദൂരം കവർ ചെയ്ത് വരണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ യാത്രയിൽ, സീനിയർ സിറ്റിസൻ്റെ യാത്രയിൽ അങ്ങനെയില്ല. വളരെ സാവകാശം, വളരെ സ്വസ്ഥമായിട്ടുള്ള യാത്രയായിരിക്കും. ഇതിനെന്തെങ്കിലും പ്രത്യേക തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടതായിട്ടുണ്ടോ യാത്രികർ? തീർച്ചയായിട്ടും വേണം. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു സാധാരണ ഒരു തീർത്ഥാടനം എന്നുള്ള രീതിയിലല്ലല്ലോ ഇതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ യാത്രകൾക്കും നമ്മളൊരു കൃത്യം ഓരോ ദിവസങ്ങൾ വെക്കും. അത്രയും ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ അതിൻ്റെ ജപം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ആരംഭിച്ചു തുടങ്ങും. എല്ലാ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേയും അവിടുത്തെ മൂർത്തിയുടെ ഒരു മൂലമന്ത്രം നമ്മൾ ജപിക്കാനായിട്ട് കൊടുക്കും. അത് ആ മൂർത്തിയുടെ ഒരു ജപത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് വരുന്നതെന്നനുസരിച്ച് ചിലപ്പോൾ 1 മാസത്തെ, അല്ലെങ്കിൽ ചിലപ്പോൾ 12 ദിവസത്തെ, ചിലപ്പോൾ 7 ദിവസത്തെ, ചിലപ്പോൾ 5 ദിവസത്തെ അങ്ങനെ ജപം കൊടുക്കും. അതിന് മുന്നേ നമ്മളൊരു സൂം മീറ്റിംഗ് ഉണ്ടാവും. ആ സൂം മീറ്റിങ്ങിൽ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കും. അതിനുശേഷമാണ് ഈ മന്ത്രവും.
അത് കഴിഞ്ഞൊരു നല്ല പ്രിപ്പറേഷനോട് കൂടിയിട്ടായിരിക്കും ഓരോരുത്തരും ആ പ്രദേശങ്ങളിലേക്ക് എത്തുക. അപ്പം നമ്മുടെ യാത്ര ശരിക്കും ആ യാത്ര തുടങ്ങുന്ന ദിവസമല്ല, അതിനും ഏതാണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ, ചിലപ്പോൾ ചില യാത്രകളിൽ ഒരു 41 ദിവസം മുന്നേ. ഇപ്പോൾ കൈലാസ യാത്രയൊക്കെ ആണെങ്കിൽ 3 മാസം മുന്നേ തൊട്ട് നമ്മൾ കണക്റ്റഡ് ആവുകയും അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തയ്യാറെടുക്കലുകളൊക്കെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും. ഒരു ശ്വസനക്രിയ എന്താണ് ചെയ്യേണ്ടത്, വ്യായാമങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ജപിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മനസ്സിനെ തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് ശരീരത്തെ തയ്യാറാക്കേണ്ടത് എന്നൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ ആദ്യം നൽകും. അത് കഴിഞ്ഞിട്ടാണ് യാത്ര ആരംഭിക്കുക. ഇനി യാത്രയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു യാത്രി എപ്പോഴും മനസ്സുകൊണ്ട് ഒരു സ്വസ്ഥമായിരിക്കുമ്പോഴാണ്, എല്ലാ തരത്തിലും സ്വസ്ഥമായിരിക്കുമ്പോഴാണ് യാത്രയുടെ ആ ഒരു എനർജി ഉള്ളിലേക്ക് വരാം. മറ്റു പല ടെൻഷൻസും അകത്തേക്ക് വരാതിരിക്കാൻ നമ്മൾ അതിനുവേണ്ടി ഒരു കുടുംബത്തിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എത്രമാത്രം സ്വസ്ഥത അവർ അനുഭവിക്കുന്നുവോ അത്രയും സ്വസ്ഥത കൊടുക്കണം, അത്രയും ഒരു സമാധാനം അവർക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു ശ്രമമാണ് നമ്മളെപ്പോഴും നടത്താറ്. ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ആൾക്ക് എൻ്റെ കൂടെ ആൾക്കാരുണ്ട് എന്ന തോന്നൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലെ പോലെ തന്നെയാണ് ഇവിടെ, ഞാൻ സുരക്ഷിതയാണ് അല്ലെങ്കിൽ സുരക്ഷിതനാണെന്ന് തോന്നലുണ്ടാവുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2, ഒരു സ്ഥലത്ത് പോയി അവിടെ ചെന്നു നമ്മൾ അവിടെ ചെന്ന് തൊഴുതു വന്നു, അങ്ങനെയല്ല വേണ്ടത്. ഇതിപ്പോൾ ഒരു തവണയായിരിക്കും യാത്രകൾ നടത്തുക, ചിലപ്പോൾ ഭാഗ്യമുണ്ട് വീണ്ടും വീണ്ടും വരാൻ പറ്റുമായിരിക്കും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ വരുന്ന തവണയിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള വളരെ വളരെ വ്യക്തമായൊരു ചിത്രം, എന്താണ് ആ ക്ഷേത്രം, അവിടുത്തെ മൂർത്തി എന്താണെന്നൊരു വ്യക്തമായ ചിത്രം കിട്ടിയിരിക്കണം. അത് നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും. ആ ഒരു ക്ഷേത്രം തൊഴുതിറങ്ങി കഴിയുമ്പോൾ അവർക്ക് ഏകദേശം ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം, അതിൻ്റെ ചരിത്രം, ആ ക്ഷേത്രത്തിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെ, പ്രത്യേകതകൾ എന്തൊക്കെ, ഇതെല്ലാം അറിയാമായിരിക്കണം. ആ ക്ഷേത്രം അത്രമാത്രം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. അതിന് വേണ്ടതെല്ലാം നമ്മൾ ചെയ്യും. പിന്നെ ഒരു പ്രത്യേക പ്രദേശം, ഇപ്പോൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ യമുനയുടെ തീരം, കാശിയിൽ വരുമ്പോൾ ഗംഗയുടെ തീരത്ത് പ്രത്യേക ചില സ്ഥലങ്ങളുണ്ട്. അവിടെ കുറച്ച് നേരം കണ്ണുകൾ തുറന്ന് മിണ്ടാതിരിക്കുക, പിന്നെ കുറച്ച് നേരം കണ്ണുകൾ അടച്ച് ധ്യാനത്തിലാവും. ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. അവിടെ നമ്മൾ ശ്വസിക്കുമ്പോൾ പോലും ആ ശ്വാസതാളത്തിന് പോലും ചിലപ്പോൾ നമ്മളെ ഒരുപാട് ഉണർത്തിയെടുക്കാൻ പറ്റിയേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്രഭാതങ്ങളും സത്സംഗങ്ങളുണ്ട്. നമ്മൾ ആ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, വ്യക്തമായൊരു ധാരണ കൊടുക്കും. അതുപോലെ തന്നെ ധ്യാനം ഇതൊരു പ്രധാന ഘട്ടമാണ്. നമ്മൾ പലയിടങ്ങളിലും ചെല്ലുമ്പോൾ ആ പ്രദേശവുമായിട്ട് ബന്ധം ചിലപ്പോൾ മിണ്ടാതിരിക്കുകയായിരിക്കും, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, കണ്ണടച്ചിരിക്കുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ കണ്ണ് തുറന്നിരിക്കുകയായിരിക്കും. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെ ഉള്ളിലേക്ക് നിറയ്ക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഓടി പല ക്ഷേത്രങ്ങൾ തൊഴുത്, ഇപ്പം നമ്മളൊരു 3 ദിവസം കാശി യാത്ര ചെയ്യുന്നവർ തൊഴുന്ന അത്രയും ക്ഷേത്രങ്ങളൊന്നും നമ്മൾ ചിലപ്പോൾ ഈ 6 ദിവസം കൊണ്ട് തൊഴുന്നുണ്ടാവില്ല, അത്രയൊന്നും ഓടിപ്പോകുന്നുണ്ടാവില്ല. പക്ഷേ കാശി എന്നതിൻ്റെ ആ ഒരു എന്താണ് കാശി, അതെന്താണ് ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മുടെ അകതാരിൽ നിറയാൻ പാകത്തിന് നമുക്കെപ്പോഴും, നമ്മൾ കാശിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലൊരു കാശി ഉണ്ടാവും. വൃന്ദാവനത്തിലാണ് പോകുന്നതെങ്കിൽ വൃന്ദാവനത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ വൃന്ദാവനം ഉണ്ടാവും. അതിന് പാകത്തിന് നമ്മളെ തയ്യാറെടുപ്പിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതിനകത്ത് നൃത്തമുണ്ടാകും, പാട്ടുണ്ടാവും, നമ്മൾ ഒരുമിച്ച് പാടുന്നുണ്ടാവും, ഒരുമിച്ച് നൃത്തം വയ്ക്കുന്നുണ്ടാവും. നമ്മൾക്ക് എന്താ പറയുക, നമ്മളെ പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്ന ഒന്നുമില്ലാതെ നമ്മളായി കുറേ ദിവസങ്ങൾ, അതും ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അമ്പലങ്ങൾ കാണുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ എൻ്റെ ആ പുറംതോടുകളെല്ലാം നമ്മളിങ്ങനെ ഉൾവലിഞ്ഞിരിക്കുന്നതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരിക, ഞാൻ എന്നെ തന്നെ കണ്ട് ആനന്ദിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി. അപ്പോൾ അതിനൊക്കെ വേണ്ടുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര മാത്രമല്ല, ഒരു 7 ദിവസം നമ്മളെ തന്നെ ഒന്ന് പുനരാവിഷ്കരിക്കുന്ന ഒരു റിട്രീറ്റ് പോലെ കൂടി ഈ യാത്രകൾ മാറാറുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ സീനിയർ സിറ്റിസൺസിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ കാശി യാത്രകളോട് പുതിയ തലമുറ ചെറുപ്പക്കാരുടെ പ്രതികരണം എന്താണ്? ഗംഭീരമാണ്. ശരിക്കും പുതിയ തലമുറ കാശിയെ പോലെയുള്ള ഓരോ സ്ഥലങ്ങളെ സമീപിക്കുന്ന രീതികൾ നമ്മൾ ശരിക്കും പ്രശംസനീയമാണ്. അവരുടെ മനസ്സ്, അവരുടെ ചിന്താരീതികളൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആരാധനയോട് കൂടിയിട്ടാണ് ഞാൻ പുതിയ ജനറേഷനെ എപ്പോഴും നോക്കിയിരിക്കുന്നത്. കാരണം നമ്മളൊക്കെ 40കളിൽ മനസ്സിലാക്കിയ പല കാര്യങ്ങളും അവർ വളരെ ചെറുപ്പത്തിലെ വളരെ പ്രാക്ടിക്കലായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാശിയിലേക്ക് പോകേണ്ടുന്നതിൻ്റെ ആവശ്യം അവർ വേറൊന്നിനും വേണ്ടി കാത്തിരിക്കുന്നില്ല. പ്രായമാകാനോ അല്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞിട്ട് പോകാനോ ഇരിക്കുന്നില്ല. കാശി അവരെ വിളിക്കുമ്പോൾ അവർ വരികയാണ്. അവർക്ക് വേറെ പ്രത്യേകിച്ച് പ്രതീക്ഷകളില്ല, ലക്ഷ്യങ്ങളൊന്നുമില്ല. കാശിയിൽ അങ്ങനെ അവർ ലയിച്ച്, പക്ഷെ തിരിച്ചു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ വ്യക്തമായ ഒരു തത്വചിന്ത അല്ലെങ്കിൽ അവരുടെ ജീവിത വീക്ഷണങ്ങളിലൊരു മാറ്റമൊക്കെ പരുവപ്പെടുന്നത് നമുക്ക് കാണാനാവും. നമ്മുടെ ഒപ്പം ധാരാളം പല പ്രായത്തിലുള്ള ടീനേജേഴ്സ് ഉൾപ്പെടെ യാത്രയ്ക്ക് വരാറുണ്ട്. പക്ഷെ അവരെല്ലാവരും കാശിയെ ഉൾക്കൊള്ളുന്നത്
വ്യത്യസ്തമായ രീതിയിലാണ്. അതെനിക്കൊരു സന്തോഷമാണ് കേട്ടോ. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഒരു 80 പേരെയും കൊണ്ടാണ് കാശിയിലേക്ക് പോകുന്നത്. 80 പേരും പല പ്രായക്കാരായിരിക്കും. അതിൽ ഒരു 14 വയസ്സ് മുതൽ 80-85 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാരുണ്ടായേക്കാം. പക്ഷേ ഇവരെല്ലാവരും കാശിയെ സ്വീകരിക്കുന്നത്, നമ്മൾ ഒരേ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു, ഒരേ സത്സംഗിൽ ഒരേ കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ധ്യാനം ഒരേ രീതിയിൽ ചെയ്യുന്നു. പക്ഷേ ഓരോരുത്തരും ഉൾക്കൊള്ളുന്നത് ഓരോ രീതിയിലാണ്. അതിൽ ശരിക്കും യുവാക്കൾ വളരെ പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് കാശിയെ സമീപിക്കുന്നത്. അവർക്ക് കാശി എങ്ങനെ തന്നെ തുടരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, ഗംഗയെക്കുറിച്ചുള്ള ധാരണയുണ്ട്. കാശിയിലേക്ക് വരുന്നവർ വെറുതെ ഒരു കാശിയിൽ എന്തോ ഒന്ന് ഇങ്ങനെ വളരെ എന്താ പറയുക, ഒരു ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അവിടെയുണ്ട് എന്നൊക്കെ വിചാരിച്ച് മാത്രം വരുന്നവരല്ല. കാശിയെ ശരിക്കും ഉൾക്കൊള്ളുവാനായിട്ട് ഭക്തി ഇല്ലെങ്കിൽ പോലും കാശിയുടെ സത്യത്തെ, തത്വത്തെ, അതിൽ തീർച്ചയായിട്ടും ഗൂഢമായി ചിലതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന ചെറുപ്പക്കാരെയാണ് നമുക്ക് അവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്. വിദേശികളും അങ്ങനെ തന്നെയാണ് ധാരാളമായിട്ട് കാശിയിലേക്ക് എത്തുന്നത്. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് 80 യാത്രകളായി മാറുകയാണ്. അതെ 80 പേര്, അതെ, കണ്ടു നിൽക്കുന്ന എനിക്കത് വ്യത്യസ്തമായ 80 യാത്രകളാകുന്നു ശരിക്കും. അതെ, ഇനിയും ഒരുപാട് യാത്രകളിലേക്ക് നമുക്ക് വഴി തുറക്കാം. തീർച്ചയായിട്ടും മോചിദാസ് മോക്ഷയുടെ കാശി യാത്രകൾ തുടരട്ടെ. അതെ, കാശിയിലേക്ക്, അതുപോലെ തന്നെ ഭാരതീയമായിട്ടുള്ള പൈതൃക ഭൂമികളിലേക്ക്, അതുപോലെ ഇതുപോലെയുള്ള വിശേഷമായ ക്ഷേത്രഭൂമികളിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഒരു കാരണവശാലും നാളത്തേക്ക് മാറ്റി വെക്കരുത് എന്നുള്ളതാണ് എനിക്ക് പൊതുവിൽ എല്ലാവരോടും പറയാനുള്ളത്. കാരണം അറിവ് നേടിക്കൊണ്ടേയിരിക്കുക, യാത്രകൾ നടത്തിക്കൊണ്ടേയിരിക്കുക, അപ്പോൾ മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. Mochidas Moksha, Journey to the Self.